കൈകളിലുണ്ടാകുന്ന മരവിപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ശതമാനം സ്ട്രോക്കിന്റെ ലക്ഷണം കൂടിയാണെന്ന് പറയാറുണ്ട്. വളരെ റയറസ്റ്റ് കേസുകളാണ് അങ്ങനെയുള്ളത്. എന്നിരുന്നാൽ പോലും സ്ട്രോക്ക് അല്ലെങ്കിൽ ട്യൂമർ, ബ്രെയിനിലെ ട്യൂമർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല മുതൽ സെർവൈക്കൽ സ്പൈൻ വരെയുള്ള എന്തിന്റെയും ഒരു ചെറിയ സിംറ്റം ആയിട്ട് നമുക്ക് കൈയുടെ തരിപ്പിനെ കാണാം. അത് ഇവൻ നമ്മളിങ്ങനെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയല്ല, ഇവൻ ഒരു പ്രാണി കടിച്ച് നാടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലും ഇങ്ങനെ മരവിപ്പിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരിക്കലും ഇതിനെ ഭയങ്കര വലിയൊരു അസുഖമായി കണ്ട് പേടിക്കണമെന്നൊന്നും ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാരണങ്ങളും കൂടെ ഈ മരവിപ്പ് ഉണ്ടാകാൻ ഉള്ള കാരണങ്ങളാണ് ഇതൊക്കെ എന്നും കൂടെ പറയേണ്ടി വരും അല്ലേ. നമുക്ക് അടുത്ത സെഗ്മെന്റ് കഴിഞ്ഞിട്ട് മടങ്ങി വരാം അല്ലേ, കൂടുതൽ സംസാരിക്കാനായി. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് പേരിടുന്നത് എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ ചിന്തിച്ച് എടുക്കുന്ന ഒരു കാര്യമാണ് കുട്ടിയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ പേരിടുമ്പോൾ ജ്യോതിഷപ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് വിശദമാക്കുമോ? ഈ പേരിടുന്നതിൽ ജ്യോതിഷപ്രകാരമല്ല ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിനൊരു പേര് നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കേരളീയ സമ്പ്രദായമല്ല ഈ കുട്ടിക്ക് പേരിടുന്നതിന് ജ്യോത്സ്യൻ്റെ ഉത്തരവാദിത്തം. ഇത് തമിഴ്നാട് അങ്ങനെയുള്ള വടക്കോട്ട് പോകുമ്പോഴുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട് ജ്യോതിഷ ബുക്കുകളിലൊക്കെ. അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്ന ഇന്ന അക്ഷരം ആദ്യം വരുന്ന രീതിയിൽ പേരിടാം. അപ്പോൾ ഈ കർണാടകയിലൊക്കെ ആ പേര് പറയുമ്പോൾ തന്നെ അവർ ആളുടെ നക്ഷത്രം പറയും. നക്ഷത്രമല്ല, രാശി അങ്ങനെ പറയും അവർ. കാരണം എന്ന് വെച്ചാൽ അവർ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പേര് പോകുന്നത്. അതുകൊണ്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് തന്നെ നമ്മളുടെ സംഖ്യാശാസ്ത്രക്കാർ ഈ പേര് ഇടുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പേരിടുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹിന്ദി സിനിമാ താരങ്ങളൊക്കെ അവരുടെ പേര് അക്ഷരം മാറ്റി ഈ ഒരെണ്ണം ഉണ്ടായത് 3 എണ്ണമാക്കി 2 എണ്ണമാക്കി, പിന്നെ ഈ വെട്ടി അല്ലെങ്കിൽ എ കൂട്ടി, അങ്ങനെ അക്ഷരങ്ങളുടെ ക്രമീകരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളുടെ കേരളത്തിലൊരു പ്രസിദ്ധനായ ക്രിക്കറ്റർ ഇതേപോലെ പുള്ളിയുടെ പേര് ഒരു പ്രാവശ്യം ഒന്ന് പരിഷ്കരിച്ചു. അപ്പോൾ പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം അങ്ങേരുടെ അച്ഛൻ പറഞ്ഞു, ഈ കണക്കിന് അച്ഛൻ്റെ പേര് വെട്ടിക്കളയുമെന്ന് ചോദിച്ചു. അച്ഛനെ മാറ്റുമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേരിടൽ കർമ്മത്തിലേക്ക് മാതാപിതാക്കളോടൊക്കെ പറയാനുള്ളത്, പേര് എന്ന് പറയുന്നത് കുട്ടി പറഞ്ഞ പോലെ തന്നെ ഈ സന്താനം ഉരുത്തിരിയുന്ന സമയം മുതൽ മാതാപിതാക്കൾ തമ്മിൽ ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ്. അതായത് ഈ പേരിടുന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം അതിൻ്റെ മാതാപിതാക്കൾക്കാണ്. അവർ കണ്ടെത്തുന്ന പേരായിരിക്കും കുട്ടിയുടെ യഥാർത്ഥ പേര്. അല്ലാതെ ജ്യോത്സ്യൻ നിർദ്ദേശിക്കുന്ന പേരോ സംഖ്യാശാസ്ത്രജ്ഞൻ നിർദ്ദേശിക്കുന്ന പേരോ കുട്ടിയുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഒരു പേരിന് അർത്ഥമുണ്ടെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കുക. ഈ പേരിന് ഇടുന്ന പേരിന് കൃത്യമായിട്ട് അർത്ഥം ഉണ്ടാവും. ആ പേരിൻ്റെ അർത്ഥത്തിനനുസരിച്ച് കുട്ടി വളർന്നു വരണമെങ്കിൽ, പേര് അനർത്ഥമാക്കണമെങ്കിൽ മാതാപിതാക്കൾ ചിന്തിച്ചുണ്ടാക്കുന്ന പേര് തന്നെയായിരിക്കണം. അല്ലാതെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നായതിനാൽ കൃ എന്നും അമ്മയുടെ പേര് മീന എന്നായതിനാൽ മീ എന്നും അങ്ങനെ കൃമി എന്ന് ഇട്ടു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും അർത്ഥവത്തായ പേരല്ല, അനർത്ഥമായ പേരായിരിക്കും. അതേപോലെ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത, പലരും നെറ്റിലൊക്കെ പരതിയിട്ടാണ് പേര് കണ്ടെത്തുന്നത്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പേരൊക്കെ ഇവിടെ കൊണ്ടുവന്നിടും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടുത്തെ പേര് നമുക്കിവിടെ കേൾക്കുമ്പോൾ അരാജകമായിട്ട് തോന്നുള്ളൂ. നമ്മൾ വളരുന്ന സംസ്കാരത്തിനനുസരിച്ചാണ് പേരിടുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊരു പ്രവണത, ഈ പേരൊന്നും ഇടാനായിട്ട് മാതാപിതാക്കൾക്ക് അർഹത ഇല്ലാതിരുന്നൊരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക. അന്ന് നാടുവാഴികളൊക്കെയാണ് പേരിടുന്നത്. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പേരിടുന്നത്. അപ്പോൾ താഴ്ന്ന ജാതി വിഭാഗക്കാർക്കൊക്കെ ചക്കി, കാളി, കോത, മാക്കോത, കണ്ടൻ, കുറുമ്പൻ ഇങ്ങനെയുള്ള പേരുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് തന്നെ മുകളിലേക്ക് വരുമ്പോഴാണ് കൃഷ്ണനും ഗോപാലകൃഷ്ണനും ഉണ്ണിയും ഉണ്ണിത്താനും അങ്ങനെ ശിവനും പത്മാശനും ഇങ്ങനെയുള്ള പേരൊക്കെ അങ്ങനെ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിലിടുന്ന പേരിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം രാജാവിന് തോന്നണ പോലെയാണ്, അല്ലെങ്കിൽ നാടുവാഴിക്ക് തോന്നണ പോലെ, ഓ കാളി അല്ലെങ്കിൽ കണ്ടൻ അല്ലെങ്കിൽ കോത മാക്കോത അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്ക് നമ്മൾ ഈ പാരൻസ് ചിന്തിച്ചിടുന്ന പേരിന് അർത്ഥമുണ്ട്. ആ പേരനുസരിച്ച് കുട്ടി വളരും. ഇത് തന്നെ ഒരു സംഖ്യാശാസ്ത്രജ്ഞൻ കണ്ടെത്തിയത്. എൻ്റെ അടുത്ത് ഒരു പാർട്ടി വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, മകൻ്റെ പേര് ആരോമൽ എന്നായിരുന്നു. ആരോമൽ എന്ന് പേരിട്ടത് കൊണ്ട്
കുട്ടിക്ക് വിദ്യാഭ്യാസമൊക്കെ പിന്നിലേക്ക് പോയി ജീവിത വിജയം കൈവരിക്കാൻ സാധിച്ചില്ല എന്ന് അങ്ങേര് കണ്ടെത്തിയ കാരണം പുള്ളി അതിന് പറഞ്ഞ മറുപടി ആരോമൽ എന്ന് പറയുമ്പോൾ അതിലൊരു ആരോ ഉണ്ട്. ആരോ ആരോ എന്നാൽ ചിഹ്നം എന്ന ആംഗലേയ ഭാഷ അതിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ ആരോ ആയിപ്പോയി. അതുകൊണ്ട് സംഭവിച്ച അല്ലെങ്കിൽ അസ്ത്രം ആരോ അസ്ത്രത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ അസ്ത്രം മാതിരി ആയിപ്പോയി, അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ നമുക്കതിന് പറയാനുള്ള കാരണം ഈ ആരോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ്. ഈ ആരോമലും ഈ ആരോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ആരോമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരുമയായ സന്താനം എന്നാണ് ശരിക്കും മാതാപിതാക്കൾ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് പറ്റിയ ഭവിഷ്യത്താണത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത്? കുട്ടിക്ക് എന്തോ നെഗറ്റീവ് എനർജി കയറി, കുട്ടിയുടെ വിദ്യാഭ്യാസം, അതായത് കുട്ടിക്ക് മാത്രമല്ല കയറുന്നത്, കുട്ടിക്കായിട്ട് നെഗറ്റീവ് എനർജി വരില്ല, പാരൻസിന് വന്ന നെഗറ്റീവ് കുട്ടീനെ കൂടി പിടിച്ച് വിദ്യാഭ്യാസവും അതുപോലെ ജീവിത വഴികളൊക്കെ അടച്ചു കളഞ്ഞു. അപ്പോൾ അത് നോക്കാൻ പോകുന്നതിന് പകരം ഇതിൻ്റെ പിന്നാലെ പോയി. ഇതിൻ്റെ പിന്നാലെ പോയപ്പോൾ അങ്ങേർക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങേര് പറഞ്ഞു ഫലിപ്പിച്ചു. ഇതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ എല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു തമാശയായിട്ട് തോന്നുന്നൊരു കാര്യമാണെങ്കിൽ പോലും നിത്യജീവിതത്തിൽ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം നമ്മൾ പാരൻസൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കണം. പണ്ടത്തെ വേറൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഒരു ജനറേഷൻ ദേവതകളുടെ പേരായിരിക്കും. അതായത് ഗോപാലകൃഷ്ണൻ, പാർവതി, ലക്ഷ്മി അങ്ങനെയുള്ള പേരാണെങ്കിൽ ആ ദേവതാ പേരുകളിൽ വരുന്ന ദമ്പതികൾ അവരുടെ കുട്ടികൾക്ക് ഇടുന്നത് ന്യൂ ജനറേഷൻ പേരായിരിക്കും. ജിഷ, രാജു ഇങ്ങനെയുള്ള പേരേ വരുള്ളൂ. ഇത് കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് അടുത്ത സന്താനം വരുമ്പോൾ അവർ വീണ്ടും ദേവതാ പേരുകളിലേക്ക് പോകും. ഇത് പ്രകൃതി നിയമമാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രതിഭാസമാണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പേരെന്ന് പറയുമ്പോൾ ഏതൊരു പേരിടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പേരിനെല്ലാം കൃത്യമായ അർത്ഥങ്ങളുണ്ട്. ഇത് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ പേരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, ഉയർന്ന കുലങ്ങളിലുള്ളവരുടെ പേരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ദേവതാ പേരുകളായിരുന്നു. ദേവതാ പേരുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിശയം തോന്നുന്നുള്ള രീതിയിലുള്ള പേരുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി എന്താണെന്ന് വെച്ചാൽ ഭദ്രകാളിക്ക് 64 കളത്തിൽ കൈവട്ടക ഗുരുതി അല്ലെങ്കിൽ കോഴി അറുത്ത് കൊടുക്കുന്ന ഒരു കർമ്മമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ 64 കളം വരയ്ക്കുമ്പോൾ 64 കളത്തിലും 64 ദേവതമാരെ വരുത്തണം. ഈ 64 ദേവിമാർക്കും ഓരോ പേരുണ്ട്. ആ പേരാണ് എല്ലാം വരുന്നത്. അരുണി, ആരുണി, അനാമിക, ഇങ്ങനെ അത്ര കണ്ട് വ്യത്യസ്തമായ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഇമ്പത്തിലുള്ള പേരുകൾ. അപ്പോൾ ഈ പേരുകളെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതായത് പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മം ചെയ്തവരുടെ കയ്യിൽ മാത്രമേ ഇങ്ങനെയുള്ള പേരുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എല്ലാം മന്ത്രമാണ്. ഈ മന്ത്രത്തിലെല്ലാം ഉണ്ടായിരുന്നു. അവിടെയാണ് നമുക്ക് നമ്മുടെ പൂർവികത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ മഹർഷിമാരുടെ മാഹാത്മ്യം മനസ്സിലാകുന്നത്. കാരണം അവർ അത്ര കണ്ട് അവരുടെ സ്ഥിതിയോടുകൂടി കണ്ടെത്തിയ മന്ത്രതന്ത്രങ്ങളാണ്. അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്തവർ അവർക്ക് വേണ്ടി മാത്രം ഒതുക്കി വെച്ചത് കൊണ്ടാണ് അങ്ങനെ അവരുടെ കുട്ടികൾക്ക് മാത്രമായിട്ട് ആ രീതിയിലുള്ള പേരുകളും മറ്റുള്ളവർക്ക് വായിൽ തോന്നണ പോലെ ചക്കിയും ചുക്കനും അങ്ങനെയുള്ള രീതിയിലേക്കുള്ള പേരുകൾ വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ഈ കുട്ടി ജനിക്കാൻ പോണ സമയത്ത് പേര് കണ്ടുപിടിക്കുമോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടൊന്നും ഒരാളും വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. എൻ്റെ അടുത്തൊക്കെ എന്നെ വിളിക്കണത് ഞാനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വായിലിരിക്കുന്നത് എന്താണോ അതെല്ലാം കേൾക്കേണ്ടി വരും. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ വിളിച്ചു നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടി നടത്താൻ കഴിവുണ്ടെങ്കിൽ കുട്ടിക്കൊരു പേര് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ പേരിടണ്ടെന്ന് തന്നെ പറയാറ്. കുട്ടി പേരില്ലാതെ വളരട്ടെ, വായില്ല കുന്നിലപ്പൻ എന്ന് വന്ന പോലെ പേരില്ല കുന്നിലപ്പനോ കുന്നിലമ്മയൊക്കെ ആയിട്ട് വളരട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, പേരിടേണ്ടത് പാരൻസിൻ്റെ, അച്ഛൻ്റെ അമ്മയുടെയും ഉത്തരവാദിത്വമാണ്. അതിൽ ആർക്ക് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. കാരണം ആങ്ങളയ്ക്ക് സപ്പോർട്ട് ചെയ്യാം, അമ്മാവിന് സപ്പോർട്ട് ചെയ്യാം, അമ്മായിക്ക് സപ്പോർട്ട് ചെയ്യാം, മുത്തശ്ശിക്ക് ആർക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പൂർണ്ണ അവകാശികൾ എപ്പോഴും ദമ്പതികൾ തന്നെയാണ്. അവർക്ക് ഉരുത്തിരിയുന്ന പേര് തന്നെയാണ് യഥാർത്ഥ പേര്. അല്ലാതെ അച്ഛൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ അവസാനത്തെ അങ്ങനെ കൂട്ടിയുള്ളൊരു പേരായിരിക്കരുത്. അല്ലാതെ കണ്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു പേരും കുട്ടിയുടെ ജീവിതമായിട്ട് തീർച്ചയായിട്ടും അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യമെല്ലാം വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ വിദേശ മലയാളികളുടെ ക്ഷണം കിട്ടിയിട്ടുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കുന്നതിനുള്ളൊരു ക്ഷണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള അവിടങ്ങളിലുള്ള ആർക്ക് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അവിടെ വരുന്ന ക്യാമ്പിൻ്റെ ഡേറ്റും കാര്യമൊക്കെ അവർക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ സേവനം വേണമെങ്കിൽ ഉപയോഗിക്കണമെന്നുള്ളവർ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കും. പിന്നെ ഇത് കൂടാതെ തന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഈ വിദേശങ്ങളിലുള്ളവരൊക്കെ ഒത്തിരി പേര് യൂട്യൂബ് കണ്ടിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. ആസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ബ്രസീൽ ഇങ്ങനെയുള്ള മലയാളികൾ, എല്ലാ മലയാളികളാണ്. ഇവർ വിളിച്ച് നമ്മളോട് പറയും ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പറയും രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചാൽ പോരാ, ആരെങ്കിലും ഒരാൾ നേരിട്ട് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യണമെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയാം, അവരാരെങ്കിലും വിടാൻ പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് പാരൻസ് വരും, ചിലപ്പോൾ അച്ഛനും അമ്മ വരും, ചിലപ്പോൾ അച്ഛനും ആങ്ങള വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനും പെങ്ങൾ വരും. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രശ്നം വെച്ച് കാര്യമൊക്കെ നോക്കി ഇതൊക്കെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ശരി ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമ്മളെ വിളിച്ചു പറയുന്ന കുട്ടി കരുതുന്നത് എന്തായിരിക്കും, സൊല്യൂഷൻ ഉടനെ കിട്ടും. പക്ഷെ വന്നു പോകണ ഈ പാരൻസിന് ബോധിക്കില്ല. കാരണം അവരെന്തൊക്കെയോ കുബുദ്ധി ആലോചിച്ചാൽ നമ്മുടെ അടുത്ത് വരണേ. വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് നേരെ ഘടകം ഇതാവുമ്പോൾ ഒരിക്കലും അവരത് ഉൾക്കൊള്ളില്ല. ആ കുട്ടി അവിടെ നിന്ന് വിഷമിക്കും, ഇവർക്ക് ഇവരുടെ രീതിയിലേക്ക് തന്നെ പോകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ പാരൻസിനൊക്കെ വിട്ടു, സൊല്യൂഷൻ ഇല്ല എന്നൊന്നും ഒരിക്കലും ഇവിടുന്ന് പറയില്ല. നിങ്ങളുടെ പാരൻസ് തന്നെയാണ് അതിൻ്റെ കുറ്റക്കാർ, അല്ലാതെ ശ്രീകൃഷ്ണ ജ്യോതിഷാലയം ഇതിനൊന്നും ഉത്തരവാദികളായിരിക്കില്ല. ഈ കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് അറിയിക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. വീണ, ശരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കൈത്തരിപ്പ് ഒരു ചർച്ചാ വിഷയമായി എടുക്കാനുള്ള കാരണം തന്നെ കൈത്തരിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വേദന, പലപ്പോഴും അത് വേദനയുടെ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ തരിപ്പല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അതിനെ കടിച്ചമർത്തും അല്ലേ. മിക്കവാറും വീട്ടമ്മമാര് അവര് പൊതുവെ ഒരു അസുഖത്തെയും ഗൗനിക്കാറില്ല. എന്തുണ്ടായാലും അത് കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ മാറും എന്ന് പറയുന്നവരാണ് പൊതുവെ വീട്ടമ്മമാരെന്ന് പറയുന്നത്. അതെ, അപ്പോൾ ശരിക്കും ഇത് വളരെ കോമൺ ആയിട്ട് ഒന്നെങ്കിൽ സ്പോണ്ടിലൈറ്റിസ്, അല്ലെങ്കിൽ വീണ പറഞ്ഞ പോലെ ടെന്നീസ് എൽബോ, സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും കൈതരിക്കും. ഇല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ റിസ്റ്റിലേക്ക് നെർവ് പോകുന്ന ഇവിടെ ഒരു ചെറിയൊരു ഇടുങ്ങിയ പാസേജ് ആണ്. അതിലെ ആ ഒരു നെർവിന് ഒരു കംപ്രഷൻ വന്നാലും ഒരു കൈതരിപ്പ് തോന്നും. അപ്പോൾ ശരിക്കും നമുക്ക് കൈയുടെ കുറേ മൂവ്മെൻറ്റ്സ് അപ്പോൾ പറ്റില്ല. അപ്പം പലപ്പോഴും വീട്ടിലിരുന്ന് ഒരു ചെറിയൊരു കൈക്ക് ബലം കൂടാനായിട്ട് ഒരു സാധനം കിട്ടും. പലപ്പോഴും ഉന്തുവണ്ടിക്കാരുടെ നെയിൽ കട്ടർ നാടയൊക്കെ കിട്ടുന്ന ഉന്തുവണ്ടിക്കാരുടെ കയ്യിലുണ്ട് ആ ഒരു സാധനം. അത് വാങ്ങിച്ച് എക്സസൈസ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ആ പാസേജ് കുറച്ച് എക്സ്പാൻഡ് ആകും. ബോളാണോ? ബോളായാലും മതി, ഇല്ലെങ്കിൽ രണ്ട് ലിവർ പോലത്തെ ഒരു സാധനം അതിനിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണെങ്കിലും ശരിക്കും നിങ്ങളുടെ കൈത്തിരിപ്പിന് ഒത്തിരി അധികം വ്യത്യാസം ഉണ്ടാവും. അല്ല, ഇനിയിപ്പോൾ ഒരു വളരെ മൈനർ ഒരു സർജറിയാണ് ഈ കാർപ്പൽ ടണലിലെ ആ ഒരു ഞരമ്പിനെ ഒന്ന് റിലീസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അങ്ങനെ പലതരം പിന്നെ അല്ലെങ്കിൽ വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ആകാം. വിറ്റമിൻ B12 ആണ് പൊതുവേ ഈ നെർവ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഏതായാലും മരവിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് വലിയൊരു അസുഖമായിട്ടൊന്നും ആരും കണക്കാക്കണ്ട അല്ലേ. നമ്മള് പൊതുവെ ഉണ്ടാകുന്ന മരവിപ്പ് എന്ന് പറയുന്നത് എടുക്കാൻ പാടില്ല, നിസ്സാരമായിട്ട്. എന്നാൽ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്നത് നിങ്ങൾ ഗൗരവമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതെ, അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അതൊരു ടോപ്പിക്കായിട്ട് എടുത്തത്. നിങ്ങളുടെ കൈത്തരിപ്പ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ഭയപ്പെടാതെ ഒന്ന് ഫ്രീക്വന്റ് ആയിട്ട് കൈതരിപ്പുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അതെ. ഏതായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു പുതിയ വിഷയവുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.